ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ് the true ice cream. ഹസ്ബൻഡിന്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ഒരാളാണോ? ഞാനോ? അത് ചെക്ക് ചെയ്തൊന്നുമില്ല. എന്റെ ഫോണിൽ എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെ വിഷ്ണുവിന്റെ ഫോണിൽ അത്രയില്ല. ഇൻസ്റ്റാഗ്രാം പോലും ഇല്ലാത്ത ഒരാളുടെ ഫോണിൽ ഞാൻ എന്ത് ചെക്ക് ചെയ്യാം? ഓക്കെ, സോ ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്യാമറ ബാക്കുന്ന കാണുന്നുണ്ട്. എക്സ്ട്രാ മെമ്മറി കാർഡ്, ഇതൊരു മോയ്സ്ചറൈസർ, പിന്നെ ഒരു ലിപ് ബാം, പിന്നെ ഇതൊരു ഇൻസ്റ്റാ 360. എല്ലാ ജെൻഡറിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചാനലിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ഇപ്പൊ ഞാൻ മേക്കപ്പ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റൈലിഷ്ലി തനി മലയാളി എന്ന് പറഞ്ഞിട്ട്. ആൾക്കാർ ഇത് വിശ്വസിക്കാന്ന് പറയുന്നത് ബിഗ് ഡീൽ അല്ലേ? നമ്മുടെ ചിന്ത നല്ലതായി കഴിഞ്ഞാൽ, നമ്മൾ അതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, മനസ്സിലൊന്നും പുറത്തൊന്നും ആകുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജീവിക്കാൻ ആവശ്യമായിട്ട് എന്ത് സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിലും ഞാനതിന് റെഡിയാണ്. പിന്നെ ജീവിതത്തിന്റെ എല്ലാ പോയിന്റിലും നമ്മൾ അസിസ്റ്റന്റ് കാര്യങ്ങളും പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ മടിയെന്ന് എനിക്കൊരു കാര്യത്തിന് പറയാൻ. ബിഹൈൻഡ് വുഡ്സിന്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞ സെഗ്മെന്റിലാണ് ഞാൻ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പേഴ്സണൽ ബാഗൊന്നും എനിക്ക് കാണിക്കാൻ മാത്രമല്ല. ഞാൻ അങ്ങനെ കയ്യിൽ ബാഗ് ക്യാരി ചെയ്യുന്ന ആളൊന്നുമല്ല. അത് പറഞ്ഞപ്പോൾ ഇവരെന്നെ വെറുതെ വിട്ടില്ല. ഞാൻ ട്രാവൽ ചെയ്ത് വന്നപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് തുറന്ന് ഞാനാണ് ഇവർ പറഞ്ഞത്. ഇത് ഞാൻ ട്രാവൽ ചെയ്ത സമയത്ത് ആ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ബാക്കിൽ ഷോൾഡറിൽ കിടന്നിരുന്ന ബാഗാണ്. ഇതൊരു വ്ളോഗിങ്ങിന് വേണ്ട സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ബാഗാണ്. ഇതിന് ബ്രാൻഡൊന്നും പറയാനില്ല കേട്ടോ. ആമസോണിൽ ഈ സാധനങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ബാഗാണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് പ്രൊദുവും ഗീതവും കൂടെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗിങ് ബാഗാണിത്. അപ്പോൾ ബ്രാൻഡൊന്നുമില്ല, സാധാരണ കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന 2 ഷോൾഡറിലിടാൻ പറ്റുന്ന ഒരു ബാക്ക് പാക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കോളംസാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളത്. അതിൽ ഫസ്റ്റ് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇരിക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ പഴയ ഒരു ആൻഡ്രോയിഡ് ഫോണാണ്. കാരണം നാട്ടിൽ വന്ന് വരുമ്പോൾ, ട്രാവൽ ചെയ്ത് വരുമ്പോൾ എനിക്ക് സിമ്മ് കണക്ഷൻ കിട്ടിയില്ലെങ്കിലോ ഇൻ്റർനെറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വിഷ്ണുവിൻ്റെ അവിടെ നാട്ടിലെ സിം ഉപയോഗിക്കുന്ന ഫോൺ ഞാൻ എടുത്തിട്ട് വന്നതാണ്. ഈ ഹസ്ബൻഡിന്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ഒരാളാണോ? ഞാനോ? അല്ല, അത് ചെക്ക് ചെയ്തൊന്നുമില്ല. എൻ്റെ ഫോണിൽ എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെ വിഷ്ണുവിൻ്റെ ഫോണിൽ അത്രയില്ല. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പോലും ഇല്ലാത്ത ഒരാളുടെ ഫോണിൽ ഞാൻ എന്ത് ചെക്ക് ചെയ്യാം? ഇതൊരു USB ടു മൾട്ടിപ്പിൾ പിൻ അഡാപ്റ്ററാണ്. നമുക്ക് പവർ ബാങ്കും കാര്യങ്ങളും ഒക്കെ ചാർജ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലുള്ളൊരു സംഗതിയാണ്. ഈ കോളത്തിൽ ഇതൊരു പവർ ബാങ്കാണ്. ഇത് നമുക്ക് മൊബൈലിൻ്റെ ബാക്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു പവർ ബാങ്കാണ്. ഈ ഫോണിൽ മിക്ക സമയത്തും ചാർജ് ഉണ്ടാവാറില്ല. ചാർജ് പൊതുവേ ഉണ്ടാവാറില്ല. പക്ഷെ ഒറ്റയ്ക്കൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ 2-3 പവർ ബാങ്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് വേറൊരു പവർ ബാങ്ക്. എത്ര നേരം ഒരു ദിവസം ഫോൺ ഉപയോഗിക്കും? ഫോണ് ഞാൻ അധികം എഡിറ്റിംഗ് ആണ്, സ്ക്രോളിങ് ഞാൻ പൊതുവേ കുറവാണ് ചെയ്യാറ്. എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് എത്രയാണോ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ളത് അത്ര സമയം ഞാൻ ഉപയോഗിക്കും. സ്ക്രീൻ ടൈം റെസ്ട്രിക്ഷൻ ഞാൻ വെച്ചിട്ടില്ല, കാരണം നമ്മുടെ ജോലി ഇതാണല്ലോ, അപ്പോൾ ഇത് ചെയ്തേ പറ്റൂ. പിന്നെ ഇതിലുള്ളത് ഒരു ടിഷ്യൂവും, പിന്നെ ഇതെൻ്റെ നെയ്സൽ സ്പ്രേയും ആണ്. എനിക്ക് സൈനസൈറ്റിസ് ഉള്ളതുകൊണ്ട് ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരണ്ടെന്ന് വിചാരിച്ചു. കാരണം ഫ്ലൈറ്റിൽ കുറച്ച് ഡ്രൈ എയർ അല്ലേ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ ഇത് ഫോണിൻ്റെ മുകളിൽ പ്ലഗ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ലൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വ്ളോഗ് എടുക്കുന്നത്? അതെ, ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ് വ്ളോഗ് എടുക്കുന്നത്. ഇത് എത്ര നേരം ചാർജ് ചെയ്യുന്ന ഈ ഒരു ലൈറ്റ്? ഇത് ഞാൻ ചാർജ് ചെയ്ത് എനിക്ക് ഈസിലി 1 വീക്ക് കിട്ടാറുണ്ട്. കാരണം അധികം പോകുന്ന സ്ഥലത്തും ലൈറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ. പിന്നെ ഇത് ഒരു എക്സ്ട്രാ മെമ്മറി കാർഡ്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇതൊരു മോയ്സ്ചറൈസർ. സ്കിന്നിൽ ഭയങ്കര എനിക്ക് ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അത് ഏതാ ബ്രാൻഡ്? ഇത് ഫെലേഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധാ ബ്രാൻഡാണ്. പിന്നെ ഒരു ലിപ് ബാം, പിന്നെ ഇതൊരു ഇൻസ്റ്റാ 360 വൈറ്റ് ഷോർട്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഇപ്പൊ ആക്ച്വലി കുറച്ച് ട്രെൻഡിങ് ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ യൂസേജ് ഒക്കെ എങ്ങനെയാ? ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മറ്റേത് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് വിഷ്ണു ആരെങ്കിലും വീഡിയോ എടുത്ത് തരാൻ വേണ്ടി ഉണ്ടാവാറുണ്ടല്ലോ. ഇത്തവണ അതില്ല. അതുകൊണ്ട് ഇതിൽ നമുക്ക് 360 ഡിഗ്രിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും, ഫ്രണ്ടും ബാക്കും. പിന്നെ നമുക്കതിൽ ആപ്പ് വഴി നമുക്ക് വേണ്ടത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ എനിക്ക് തന്നെ 1 മില്യൺ അടിച്ച സമയത്ത് ഞാൻ വിഷ്ണുവിൻ്റെ ചെലവിൽ എനിക്ക് തന്നെ ഗിഫ്റ്റ് ചെയ്തു. ഇതിന് ഏകദേശം എത്രയായി ഈ ഒരു പ്രോഡക്റ്റിന്? പ്രൈസോ? ഇത് X3-ഉം X4-ഉം ഉണ്ടായിരുന്നു. ഞാൻ X3 ആണ് എടുത്തത്. കാരണം ഇത് 4K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. X4 8K വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ പലരും 8K ഒന്നും യൂട്യൂബിലൊന്നും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് X3ക്ക് എനിക്ക് തോന്നുന്നു €400 അടുത്ത്
കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സ് എല്ലാം പൊതുവേ നമുക്ക് കുറച്ച് അത്ര ചീപ്പായിട്ട് നമുക്ക് കിട്ടില്ലല്ലോ. പിന്നെ 2 സാനിറ്ററി നാപ്കിൻസ് ഉണ്ട്, ഇനി എങ്ങാനും പീരിയഡ്സ് ആയാലും. പിന്നെ ഇതൊരു സ്റ്റാൻഡാണ്, ഇത് നമുക്ക് മോഷൻ ഡിറ്റക്ട് ചെയ്തിട്ട് നമ്മൾ മൂവ് ചെയ്യുന്നിടത്ത് ഇത് മൂവ് ചെയ്യും. അപ്പോൾ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അത് മൂവ് ചെയ്യും. അത്രയാണ് എൻ്റെ ബാഗിലുള്ളൂ. ഓക്കെ. പിന്നെ ബാക്കിലൊരു ഉണ്ട്, ഇതിലൊന്ന് ഇതിൽ ഈ ബാഗ് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു കവറും മഴയത്ത്, പിന്നെ എൻ്റെ ബ്രഷും. ഓക്കെ. അപ്പോൾ ഒരു എന്താ പറയാ, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടും ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ടും ഒരു ഹാൻഡ് ബാഗ് എന്തുകൊണ്ട് കയ്യിൽ വെച്ച് നടക്കുന്നില്ല? എനിക്കങ്ങനെ പെർഫ്യൂംസിൻ്റെയും ലിപ്സ്റ്റിക്കിൻ്റെയും ഒന്നും ആവശ്യം ഞാൻ ട്രാവൽ ചെയ്യുന്നിടയിൽ എനിക്ക് അങ്ങനെ അധികം വന്നിട്ടില്ല. ഒരു ലിപ് ബാം വെക്കാറുണ്ട്, എനിക്ക് കുറച്ച് ഡ്രൈ സ്കിന്നാണ്. അല്ലെങ്കിൽ എപ്പോഴും ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങി നടക്കണം എന്നുള്ളതിന് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളല്ല. അപ്പോൾ അത്ര ഒരു ആവശ്യം ഇത് പിന്നെ നമുക്ക് ജീവിതമാർഗ്ഗമാവുകൊണ്ട് ഇത് സാധനങ്ങൾ വേണം, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് വെക്കാറുള്ളത്. ഓക്കെ. സോ ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് ഇത് കഴിഞ്ഞാൽ നമ്മളൊന്ന് ക്യാമറയുടെ ബാക്കിൽ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഈ സ്മൂത്തീസ് കൊണ്ടുപോകാനുള്ള വല്ല ഗ്ലാസോ വല്ല കണ്ടെയ്നേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെക്കാറുണ്ടോ? ഇല്ല, വീട്ടിൽ നിന്ന് പിടിച്ചിറങ്ങിയ പോലെ. ഇതെന്തിനാണ് കൊണ്ടുപോകുന്നത്? പുറത്ത് വാങ്ങിക്കാൻ കിട്ടും. അല്ല, അങ്ങനെ നടന്നു പോകുമ്പോൾ ചിലപ്പോൾ കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അല്ല, അപ്പോൾ വെള്ളം കുടിച്ചാൽ മതി. ബ്യൂട്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്, മീൻസ് പഠിക്കുന്ന ഒരാളാണ്. പക്ഷെ കൂടുതലും ഈ മേക്കപ്പ് പ്രോഡക്ട്സ് മറ്റേ ഈ കൊളാബ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല ചെയ്യുന്നത്. ലൈക്ക് ഇത് നല്ലതാണ്, നമ്മൾ സ്കിൻ വൈറ്റനിങ് അങ്ങനത്തെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നേരെ മറിച്ച് ഈ ലൈഫ് സ്റ്റൈലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതൊരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് കാണാൻ തുടങ്ങിയത് നവംബർ തൊട്ടിട്ടാണ്, കഴിഞ്ഞ നവംബർ തൊട്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മളെ ഫോളോ ചെയ്യുന്ന ഓഡിയൻസിൻ്റെ അടുത്ത് നമുക്കൊരു ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഞാൻ അനലറ്റിക്സ് അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. റാൻഡംലി ഓരോ കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്യാതെ ഏത് കണ്ടന്റാണോ ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളത് നോക്കിയിട്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ അധികം ഫീമെയിൽ ഓഡിയൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ചാലഞ്ചായിരുന്നു, കുറച്ച് മെയിൽ ഓഡിയൻസിനെയും കൂടെ കൊണ്ടുവരണം, എല്ലാ ജെൻഡറിനും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചാനലിലോട്ട് കൊണ്ടുവരണം എന്നുള്ളത് എനിക്കൊരു ആഗ്രഹമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതിന് മുന്നേ എൻ്റെ ചാനലിൽ നോക്കുകയാണെങ്കിൽ കുറേ ബ്യൂട്ടി റിലേറ്റഡ് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുമായിരുന്നു, റാൻഡംലി കുറേ ടോപ്പിക്ക് ഞാൻ സംസാരിക്കുമായിരുന്നു. ഇപ്പം ഞാൻ മേക്കപ്പ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സെക്കൻഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റൈലിഷ്ലി തനി മലയാളി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ഫുൾ ഫാഷൻ ആൻഡ് മേക്കപ്പ് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് ഞാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കുന്നതിനേക്കാൾ നല്ലത് അതിന് വേണ്ടി വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ അതിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ചാനലാണ് റീച്ച് കൂടുതൽ, അതുകൊണ്ട് കൂടുതൽ ആൾക്കാർ അത് കാണുന്നു. ഇപ്പൊ ലൈക്ക് ക്രെഡിബിലിറ്റി എന്നുള്ള വേർഡ് ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ട് പറയാം. ആക്ച്വലി അത് ഭയങ്കര ഒരു വലിയൊരു തിങ് ആണ്. ബിക്കോസ് ബീങ് ആൻ ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ, ആൾക്കാർ ഇത് വിശ്വസിക്കുക എന്ന് പറയുന്നത് എ ബിഗ് ഡീൽ അല്ലേ. നമുക്ക് ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒരു ട്രസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഷ്ടമുള്ള കാര്യമാണ്. സോ അത് ഐശ്വര്യ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്, ലൈക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പം എവിടെയെങ്കിലും ഒരു ഫിയർ വരാറുണ്ടോ, അയ്യോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാവോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രെഡിബിലിറ്റി നമ്മുടെ ഇതിന് നഷ്ടപ്പെടുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? നമ്മുടെ ചിന്ത നല്ലതായി കഴിഞ്ഞാൽ, നമ്മൾ അതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, മനസ്സിലൊന്നും പുറത്തൊന്നും ആകുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലൊന്നും വായലൊന്നും അതേപോലെ വരുമ്പോൾ പിന്നെ ആരെയും ഉപദ്രവിക്കരുതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പറ്റുന്ന സഹായം നമുക്ക് ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അനാവശ്യമായിട്ടുള്ള ഡയലോഗ്സ് പറഞ്ഞിട്ട് എന്തിനാണ് ആൾക്കാരെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഇന്റർഫിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഒരു 2016 വരെ നിർത്തിവെച്ചൊരു സ്വഭാവമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയ ഡയലോഗ്സ് ഒന്നും പറയാതെ നമുക്ക് ശരിയും തോന്നുന്ന കാര്യം എല്ലാവർക്കും ശരിയായിരിക്കണം എന്നില്ല. പക്ഷെ എന്നാലും ശരിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ പറയാ. അല്ലാതെ അതിനു വേണ്ടി ഞാൻ ജെന്യുവൻ ആയിരിക്കാൻ വേണ്ടി ഒരു എഫേർട്ട്, ക്രെഡിബിൾ ആവാൻ വേണ്ടി ഒരു എഫേർട്ട് അതൊന്നും ഞാൻ എടുക്കാറില്ല. ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിനോട് ഉറച്ചു നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊന്ന് മാറുകയാണെങ്കിൽ ഞാൻ അറിയിക്കാറുണ്ട്. എൻ്റെ ചിന്താഗതി മാറിയത് കൊണ്ട് ഞാൻ എൻ്റെ ഒപ്പീനിയൻ മാറ്റുകയാണ് എന്നുള്ളത്. ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോഴും കാര്യങ്ങൾ മനസ്സിലാവുമ്പോഴും ഒക്കെ നമ്മുടെ ഒപ്പീനിയൻ മാറിക്കൊണ്ടിരിക്കും. ഒപ്പീനിയൻ മാറുമ്പോഴാണ് ആൾക്ക് ഗ്രോത്ത് വരുന്നത്. വായ തോന്നിയ ഒപ്പീനിയൻ പറയുമ്പോഴല്ല കേട്ടോ. ലൈക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ അല്ലെ. ഞാൻ ചോദിച്ചത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു ഫേക്ക് പ്രോഡക്ട്സോ ഒക്കെ അങ്ങനെ ചിലപ്പോൾ റിവ്യൂ ചെയ്യാനോ അങ്ങനെയൊക്കെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കാരണം ഞാൻ ചെയ്തിട്ടില്ല. അത് നമുക്ക് അവരോട് നോ പറയാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ജീവിക്കാൻ ആവശ്യമായിട്ട് എന്ത് സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് റെഡിയാണ്. പിന്നെ ജീവിതത്തിന്റെ എല്ലാ പോയിന്റിലും നമ്മൾ എക്സിസ്റ്റന്റ് കാര്യങ്ങളും പഠിച്ചിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും നമുക്ക് വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ മടിയെന്ന് എനിക്കൊരു കാര്യത്തിന് പറയാൻ അങ്ങനെ മടിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നൊരു വാശി എനിക്കില്ല. എന്ത് കാര്യമാണെങ്കിലും ട്രൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ നെതർലാൻഡ്സിൽ പോയി ടെക്നിക്കൽ ജോബ് പഠിച്ചത് ജീവിക്കാനുള്ള ആവശ്യത്തിലായിരുന്നു. അതിന് മുന്നേ ഞാൻ
കാര്യങ്ങൾ പാക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, സാറയിൽ ഫ്ലോർ സ്റ്റാഫായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന അങ്ങനെ ഒരു മടിയില്ല. നമുക്ക് ജീവിക്കാൻ ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ചെയ്യണം, ഇഷ്ടം ഉണ്ടായിട്ട് ചെയ്യാം, ഇഷ്ടമല്ലാതെ ചെയ്തേക്കാം, അല്ലാതെ മടി ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് കുറെ ഫേവറബിൾ കണ്ടീഷൻസ് ചുറ്റും ഉണ്ടാകുമ്പോഴല്ലേ മടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നത്. ശരി, കുറെ കൊട്ടേഷൻസ് ഉണ്ട് കേട്ടോ ഐശ്വര്യയുടെ കയ്യിൽ. അങ്ങനത്തെ കാര്യങ്ങളിൽ ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ല മാത്രം കഴിക്കൂ. മസ്ലീസ്, the true ice cream.